ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി മിനു മുനീർ, മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിനെ സമീപിക്കുമെന്നും മിനു മുനീർ പറയുന്നു. ഹരികൃഷ്ണൻ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഏറ്റവും പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ആരോപണങ്ങൾ ഉയരുകയാണ്. ആരോപണങ്ങളുടെ ചോദ്യമുന സിനിമാ മേഖലയിലെ ഉന്നതർക്ക് നേരെ നീണ്ടത് നമ്മൾ കണ്ടു. സിദ്ദിഖിന്റെ തല തെറിച്ചു. ഒപ്പം ഇതാ പ്രധാനമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇപ്പോഴിതാ കൂടുതൽ നടന്മാർക്കെതിരെ, ഇന്നലെ മുകേഷ് അടക്കമുള്ള നടനെതിരെ ആരോപണം വന്നിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണം വരുന്നു എന്നുള്ള പുതിയ വാർത്തകളാണ് വരുന്നത്. രേവതി സമ്പത്ത് അടക്കം, ശ്രീരേഖ മിത്ര അടക്കം ഒരു തുടക്കമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? ഭവ്യ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഒരു നീണ്ട നിര താരങ്ങൾ തന്നെയാണ് മിനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇടവേള ബാബു, മണിയൻപിള്ള രാജു, മുകേഷ്, ജയസൂര്യ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും താരങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ വൻ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം നടക്കുമ്പോഴും മിനു മുനീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്ന ഈ താരങ്ങൾ, പ്രത്യേകിച്ച് മലയാള സിനിമ പ്രേക്ഷകരൊക്കെ തന്നെ ഇവരുടെ ഓരോ ചിത്രങ്ങളും കണ്ട് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ തനി നിറം പുറത്തു വന്നിരുന്ന ഒരു കാഴ്ച ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനു മുനീറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വല്ലാത്തൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു, ഈ 2 പേർക്കെതിരെയും ഇത്രയും ഏകദേശം 7 പേർക്കെതിരെയാണ് മിനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ, 2013 ലൈംഗികപരമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു എന്ന് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ ഇത് മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് ഈ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും റീലൊക്കേറ്റ് ചെയ്ത് ചെന്നൈക്ക് വരെ മടങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ച തനിക്കുണ്ടായിരുന്നു. അത്രയും ഒരു ദുരനുഭവം തനിക്കുണ്ടായിരുന്നു എന്ന് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുകയാണ്. അതിൽ വൻ താരനിര, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ജയസൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ ജയസൂര്യയൊക്കെ വൻ സിനിമകളിലൊക്കെ വമ്പൻ പ്രോജക്റ്റുകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ താരങ്ങളുടെ ഒക്കെ തന്നെ നമ്മൾ പ്രതികരണങ്ങൾ എടുക്കാൻ പോകുമ്പോൾ പോലും ഇവരാരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു, ഇവരാരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇവർക്കൊക്കെ എതിരെ ആരോപണങ്ങൾ മിനു മുനീർ എന്ന താരം അറിയിച്ചിരിക്കുകയാണ്. തനിക്ക് ലൈംഗികപരമായും ഒക്കെ തന്നെ പീഡനം സഹിക്കേണ്ടി വന്നു എന്ന് മിനു മുനീർ പറയുമ്പോൾ ഇത് 2013 തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ നീതി വേണമെന്ന് മിനു മുനീർ അറിയിക്കുന്നു. ഇതിനകത്ത് മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നീ താരങ്ങളൊക്കെ തന്നെയാണ് മിനു മുനീർ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ ലൈംഗികപരമായും മാനസികമായും തനിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് മിനു മുനീർ പറയുന്നുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കേണ്ടത്, താൻ ജോലി തുടരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ഇതൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ജോലി തുടരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് മിനു മുനീർ പറയുന്നുണ്ട്. എന്നിട്ട് പോലും അത് അതിർവരമ്പുകൾ കടന്നുപോയി, തനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി മാറി എന്ന് മിനു മുനീർ പറയുന്നുണ്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിനുശേഷം തനിക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് തന്നെ മാറി നിന്ന് ചെന്നൈയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ടെന്ന്, അതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മിനു മുനീർ പറയുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തനിക്ക് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത്. ഈ താരങ്ങളൊക്കെ തന്നെ സിനിമാ സ്ക്രീനിൽ വന്ന് മാസ് കാണിച്ച് കയ്യടി നേടുന്ന താരങ്ങളുടെയൊക്കെ തനി നിറങ്ങൾ, അവരുടെ തനി സ്വഭാവം ഒക്കെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകൾ പുറത്തുവിടുന്നതാണ്. അവർക്കൊക്കെ സംഭവിച്ച മാനസികമായ പീഡനങ്ങൾ, ലൈംഗികപരമായ പീഡനങ്ങളൊക്കെ തന്നെ ഓരോ വാർത്താ ചാനലുകളിലൊക്കെ തന്നെ അവർ വന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവെക്കുമ്പോൾ പോലും നമ്മൾ ഇനിയെങ്കിലും അത് കണ്ണടക്കരുത്, ഇതിന് കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് മിനു മുനീർ. അതുകൊണ്ട് തന്നെ പറയുന്നത് തനിക്ക് നീതി വേണം എന്ന് മിനു മുനീർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ താരങ്ങൾക്കൊക്കെ എതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് മിനു മുനീറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തുന്നത്. ഏകദേശം 7 മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഈ പോസ്റ്റ് തന്നെ വരുന്നത്. പക്ഷേ ഈ താരങ്ങളൊക്കെ തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. നമ്മൾ മുകേഷ് ആയിക്കോട്ടെ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ, ഒരു യുവ നടനെ നേരെയും തനിക്ക് സംഭവിച്ച പീഡനത്തെക്കുറിച്ച് സോണിയ മൽഹാർ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ നടൻ ജയസൂര്യ ആണോ എന്നുള്ള സംശയങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുകയുമാണ്. അതോടൊപ്പം തന്നെയാണ് ജയസൂര്യ എന്ന പേര് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്.